കേരള ബ്ലാസ്റ്റേഴ്സ് മലയാളികൾക്ക് നൽകിയ ക്രിസ്മസ് ഗിഫ്റ്റാണ് മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുള്ള അമൂല്യമായിട്ടുള്ള വിജയം. മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുള്ള ആദ്യ മത്സരത്തിന് ശേഷം ഉണ്ടായ കോലാഹലങ്ങൾക്കും ദാസേട്ടന്റെ കരച്ചിലിനുമൊടുവിൽ ഓരോ ബ്ലാസ്റ്റേഴ്സ് ഫാനും ആഗ്രഹിച്ചതാണ് ഈ വിജയം, ഈ റിവെഞ്ച്. സ്വപ്ന തുല്യമായ നേട്ടം. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വിജയത്തോടുകൂടി 23 പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് അരക്കെട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സ് എല്ലാവരേക്കാൾ അധികം മത്സരം കളിച്ചിട്ടുണ്ട്. എന്നാൽ നേടിയ പോയിന്റുകൾ എവിടെയും മാഞ്ഞു പോവില്ല. മുംബൈ സിറ്റി എഫ് സിയും ഒഡീഷ എഫ് അടുത്ത മത്സരം വിജയിച്ചാൽ പോലും ബ്ലാസ്റ്റേഴ്സിന് ഇരിപ്പിടമിളകില്ല. ബ്ലാസ്റ്റേഴ്സിനെ സുഭദ്രമായ ഒരു നിലയിലേക്ക് കൊണ്ടുപോകാൻ ശേഷിയുള്ളതായിരുന്നു ഇന്നലത്തെ മത്സരത്തിന്റെ വിജയം. ആഘോഷിക്കേണ്ട രാവ്. ഒപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുടെ വിശകലനത്തിലേക്ക് നമുക്ക് നീങ്ങാം. പോസ്റ്റ് മാച്ച് അനാലിസിസ് വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ സോൺ 14ന്റെ എല്ലാ വ്യൂവേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. സാധാരണ പോലെ 11 വലിയ മാറ്റമൊന്നും വരുത്താൻ ഇവാൻ വുക്കോമനോവിച്ച് തയ്യാറായിട്ടില്ല. ഫോമിൽ തുടരുന്ന 2 ഫോറിൻ സെന്റർ ബാക്കിനെയും കളത്തിലിറക്കുന്നു. റൈറ്റ് ബാക്കായി പൃഥത്തെ തന്നെ ഇറക്കുന്നു. റൈറ്റ് വിങ്ങിൽ രാഹുലിന് വീണ്ടും അവസരം ലഭിച്ചപ്പോൾ വിപിനൊപ്പം പാർട്ട്ണറായി എത്തിയത് ഡാനിഷ് ആണ്. അസറല്ല വിജയിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാതിരുന്നിട്ട് പോലും പെപ്ര ദിമി സഖ്യത്തിന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആശാൻ പ്രാധാന്യം നൽകിയത്. അതൊരു സുപ്രധാന മത്സരത്തിൽ വിജയം കണ്ടു എന്ന് തന്നെ വേണം പറയാൻ. പക്ഷെ നമുക്കറിയാം, കളി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു. മുംബൈയുടെ കഴിഞ്ഞ മത്സരത്തിലുണ്ടായ അടിപിടി വിവാദത്തിൽ അവരിൽ ഒരുപാട് പേർക്ക് സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗിലേനെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള ഗ്രെഗ് സ്റ്റവാർട്ടിന്റെയും അവരുടെ ഫുൾ ബാക്കുകളുടെയും അസാന്നിധ്യം അവർക്ക് വലിയ കല്ലുകടിയായിരുന്നു. പക്ഷെ വലിയ താരനിബിഡമായിട്ടുള്ള മുംബൈ സിറ്റി എഫ് സി ഇത് ബാധിക്കുമോ എന്നുള്ള സംശയം ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ ഉറപ്പായും കളി കാണുമ്പോൾ നമുക്ക് വ്യക്തമായി അത് ബാധിച്ചിട്ടുണ്ട്. ഈ അവസരം മുതലെടുക്കണമെന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയും കളി ജയിക്കാനുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയതെന്ന് വ്യക്തമായിരുന്നു. കാരണം ആദ്യ സെക്കൻഡ് മുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ച പ്രസിംഗ് തന്നെ. മുംബൈ കിക്ക് ഓഫിൽ പന്ത് ആദ്യം തന്നെ റൈറ്റ് ഫുൾ ബാക്കിലേക്ക് പോകുന്നു. പെപ്ര ഉടൻ തന്നെ പ്രസ് ചെയ്യുന്നു. ഫുൾ ബാക്ക് പൊസിഷനിൽ അത്ര സുപരിചിതരല്ലാത്ത വ്യക്തികളാണ് അവിടെ കളിച്ചത് മുംബൈക്ക് വേണ്ടി. മുംബൈ കാലിൽ പന്ത് വെച്ച് കളിക്കുന്ന ടീമാണ്. അവരുടെ പ്ലേയേഴ്സിന് അത് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അത് അവർക്ക് തന്നെ തിരിച്ചടിയാവും. ഫുൾ ബാക്കുകളെ പ്രസ് ചെയ്ത് പന്ത് തിരിച്ചു വാങ്ങുന്നതിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയമായിരുന്നു. ഇവിടെ വാൽപ്പോ ഒരു ലോങ് ബോൾ നൽകിയാണ് പന്ത് നേരെ നമ്മുടെ സച്ചിൻ സുരേഷിന്റെ കൈകളിലേക്ക്. ഇവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്റൻസിറ്റി മനസ്സിലാകുന്നത്. ഉടൻ തന്നെ സച്ചിൻ സുരേഷ് ആ പന്ത് നവോച്ചിയിലേക്ക് റിലീസ് ചെയ്യുകയാണ്. സെക്കൻഡുകൾ കൊണ്ട് അടുത്ത അറ്റാക്ക് ആരംഭിക്കുന്നു. നവോച്ചിയെ ടീമിലെത്തിച്ചാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ച തീരുമാനം. ഹൈ വർക്ക് റേറ്റ്, ഹൈ സക്സസ് റേറ്റ്, ഹൈലി അണ്ടർറേറ്റഡ്. എത്രയും പെട്ടെന്ന് മുമ്പോട്ടേക്ക് കളിക്കാൻ അദ്ദേഹത്തിന്റെ ടെൻഡൻസി എടുത്തു പറയേണ്ടതാണ്. അവിടെ നിന്ന് തന്നെ അദ്ദേഹം ഒരു ലോങ് ബോൾ സ്ട്രൈക്കറിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നു. വെരി ആക്യുറേറ്റ് ബോൾ ആസ് വെൽ. പക്ഷെ ദിമിക്ക് ഓൺസൈഡ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. മാൻ ടു മാൻ പ്രസിംഗ് നടപ്പിലാക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചത്. സെന്റർ ബാക്കിലെ ഡയറക്ട് സ്ട്രൈക്കേഴ്സ് ചലഞ്ച് ചെയ്യുന്നു. മിഡ്ഫീൽഡിലും മാൻ മാർക്കിംഗ് പ്രാവർത്തികമാക്കുന്നു. സെന്റർ ബാക്കിൽ നിന്ന് ഗോൾ കീപ്പറിലേക്ക് പാസ് പോകുമ്പോൾ സെന്റർ ബാക്കിനെ മാർക്ക് ചെയ്യുന്ന സ്ട്രൈക്കർ ഗോൾ കീപ്പറെയും പ്രസ് ചെയ്യാൻ വേണ്ടി കയറി പോകുന്നു. ഒടുവിൽ ഗോൾ കീപ്പറെ ലോങ് ബോൾ കളിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇവിടെ സെന്റർ ബാക്കിലേക്ക് പാസ് ചെയ്യുന്നു. അദ്ദേഹം ഒരു ലോങ് ബോൾ മുൻപിലേക്ക് നൽകുന്നു. മുൻപേ മുംബൈയുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഇത്തരത്തിൽ ഒരു ലോങ് ബോൾ കളിക്കാൻ പ്രേരിപ്പിച്ചാൽ പോലും അത് വളരെ ആക്യുറേറ്റ് ആയിരിക്കും. മാത്രമല്ല, ആ പാസ് പോകുന്നതോ അല്ലെങ്കിൽ സെക്കൻഡ് ബോൾ സ്വീകരിക്കുന്നതോ ഗ്രെഗ് സ്റ്റവാർട്ട് ആയിരിക്കും. അദ്ദേഹം എന്തായാലും അത് മിസ്സാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് അവിടെ മുൻതൂക്കം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, മുംബൈക്ക് അറ്റാക്കും ലഭിക്കുകയാണ്. എന്നാൽ ഇവിടെ സ്ഥിതി അതായിരുന്നില്ല. പന്ത് പോകുന്നത് ആക്യുറേറ്റ് ആയ ജയേഷ് റാണിയിലേക്ക് പോകുന്നു. പക്ഷെ വിപിൻ ഉടൻ തന്നെ ഒരു പ്രസ് ചെയ്യുന്നു. ജയേഷിനും ഡയസിനും ഇടയിലൂടെ വിപിൻ ആ പന്ത് കളക്ട് ചെയ്ത് ഉടൻ തന്നെ മുൻപിലേക്ക് കളിക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് ഇവിടെ പന്ത് മിഡ്ഫീൽഡിൽ വിൻ ചെയ്യുന്നു, അറ്റാക്ക് ട്രിഗർ ചെയ്യുന്നു. പക്ഷെ വിപിന്റെ ഒരു ഹോസ്പിറ്റൽ പാസ് ഡാനിഷ് തട്ടുന്നു. അത് പോയി വീഴുന്ന ഒരു നോമൻ ലാൻഡിലേക്കാണ്. ഇവിടെ ചാങ്തയും നവോച്ചയും ഉണ്ട്. ചാങ്തയാണ് മുമ്പിൽ. പക്ഷേ പന്ത് ഓടി ആദ്യം എടുക്കുന്നത് നവോച്ചയാണ്. നവോച്ചയോട് ഫിസിക്കൽ ബാറ്റിൽ വിൻ ചെയ്യുകയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം പുറകോട്ടേക്കല്ല, വീണ്ടും മുൻപിലേക്ക് സ്ട്രൈക്കറിലേക്ക് കളിക്കുന്നു. പക്ഷെ പന്ത് അപ്പൂയ വന്ന് റാഞ്ചുന്നു. മുംബൈ അവിടുന്ന് വീണ്ടും ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് കൗണ്ടർ പ്രസ് തുടരുകയാണ്. ഫുൾ ബാക്കിലേക്ക് വന്ന പാസ് രാഹുൽ റാഞ്ചുന്നു. അവിടെ രാഹുലിന്റെ സ്ഥിരം ഒരു ഐറ്റം ഉണ്ട്. റൈറ്റിലൂടെ തട്ടിക്കയറി ഒരു ഷോട്ട് അടിക്കുക. അത് തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നു. പക്ഷേ സൈഡ് നെറ്റിംഗ് ആവുന്നു. ശരിക്കും ഈ പ്രസ്സും അതിന്റെ വിജയവും തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹാഫിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് പൊസഷൻ ഉണ്ട്, ഒരുപാട് പാസുകൾ ഉണ്ട് എന്നതൊഴിച്ച് ആദ്യ ഹാഫിൽ മുംബൈ സിറ്റി എഫ് സിക്ക് പറയാൻ പാകത്തിനൊന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് സ്റ്റാറ്റ്സ് പറയുന്നു. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ 2 ഗോളുകൾ നേടിയിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള അനാലിസിസ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. കാണാത്തവർ അത് കാണുക. രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ 2 ഗോളിന്റെ മുൻതൂക്കം ഉള്ളതുകൊണ്ട് തന്നെ ഇവാൻ വുക്കോമനോവിച്ച് ടീമിനെ പുറകിലേക്ക് വലിച്ച് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് ഡിഫൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചത്. ആ സമയം ഇഞ്ചേർഡ് ആയിട്ടുള്ള വിപിന് പകരം അസർ എത്തിയിട്ടുണ്ടായിരുന്നു. അസർ വളരെ നല്ല രീതിയിൽ ആ ഒരു ഡ്രോപ്പ് ഡൗൺ സിറ്റുവേഷനും കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. കളിച്ച 48 മിനിറ്റിൽ 8 റിക്കവറീസ് നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ആദ്യ ഹാഫിൽ പ്രസിനെ അതിജീവിച്ച് മുംബൈ സിറ്റി എഫ് സി മുമ്പോട്ടേക്ക് പോയ സിറ്റുവേഷൻസും ഉണ്ടായിരുന്നു. ഫോറിൻ സെന്റർ ബാക്കിൽ തമ്മിൽ പാസ് കളിച്ചു. അവരുടെ ക്വാളിറ്റിയുടെ ബിറ്റ്വീൻ ദ ലൈൻസുള്ള
ജയേഷ് റാണയിലേക്ക് ഒരു ക്വാളിറ്റി പാസ് എത്തിക്കുന്നു. നമ്മളുടെ മിഡ്ഫീൽഡ് സ്ട്രൈക്കർ ലൈൻസിനെ ബ്രേക്ക് ചെയ്യുന്നു. എന്നാൽ അവിടുന്ന് ഡയസിലേക്ക് നല്ലൊരു പാസ് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇവിടെയാണ് ഒരു ഫോറിൻ പ്ലെയർ അവർ മിസ് ചെയ്തത്. വീണ്ടും 21ാമത്തെ മിനിറ്റിൽ നിങ്ങൾക്ക് കാണാം സെൻട്രൽ ബാക്കിന്റെ കാലുകളിൽ നിന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ട് ജയേഷ് റാണയുടെ കാലുകളിലേക്ക് പന്ത് പോകുന്നു. ഇത്തവണ ജയേഷ് അത് ക്യാരി ചെയ്തുകൊണ്ടുപോയി ഷോട്ട് അടിക്കുന്നു. മുംബൈയുടെ മികച്ച അറ്റാക്ക് ആയിരുന്നു അത്. എന്നാൽ ആ ഷോട്ട് ക്രോസ് ബാറിൽ തട്ടി തെറിക്കുന്നു. മാത്രമല്ല കുറച്ചധികം മിഡ്ഫീൽഡ് ബാറ്റിലുകളും ഇത്തവണ ബ്ലാസ്റ്റേഴ്സിനെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ 10ാമത്തെ മിനിറ്റിൽ ഡാനിഷ് ചാങ്തെ ഡിസ്പോസൈസ് ചെയ്ത് ഒരു കൗണ്ടർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഗോൾ കീപ്പറെ പ്രസ് ചെയ്ത് ലോങ് ബോൾ ചെയ്യിപ്പിച്ച് ആ ബോൾ പിടിച്ചെടുക്കുന്നു ബ്ലാസ്റ്റേഴ്സ്. അവിടെ വിപിന്റെ പുറകിൽ നിന്ന് അപ്പുയെ പ്രസ് ചെയ്യുന്നു. പക്ഷേ അപ്പുയുടെ തലക്ക് മുകളിലൂടെ വിപിൻ പന്തടിച്ചിടുന്നു. വിപിനെ തടയാൻ അപ്പുയ്ക്ക് ഫൗൾ ചെയ്യേണ്ടി വരുന്നു. ആ ഫ്രീ കിക്കിൽ നിന്നാണ് ആദ്യ ഗോളിന്റെ തുടക്കം. പക്ഷേ ഇവിടം കൊണ്ട് മുംബൈ അറ്റാക്കിനെ സ്റ്റോപ്പ് ചെയ്തു എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം മുംബൈയുടെ ഇരുവിങ്ങിൽ നിന്ന് ഏകദേശം 30ഓളം ക്രോസുകളാണ് വന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? ദാ ഇതുപോലെ ഡിഫൻഡേഴ്സ് ക്ലിയർ ചെയ്തു. 35ാമത്തെ മിനിറ്റിൽ മറ്റൊരു ഉദാഹരണം. ജയേഷ് റാണയിൽ നിന്ന് വിങ്ങിലുള്ള ബിബിനിലേക്ക് പാസ് പോകുന്നു. ബിബിൻ പ്രതത്തെ അതിജീവിച്ച് ഡയസിലേക്ക് ക്രോസ് ചെയ്യുന്നു. പക്ഷേ മിലോസ് കൃത്യമായിട്ട് അത് ക്ലിയർ ചെയ്യുന്നു. മോൺസ്റ്റർ സ്റ്റാറ്റ്സ്. മിലോസ് 9 ക്ലിയറൻസ്, ലെസ്കോവിച്ചും 9 ക്ലിയറൻസ്. ഒരു സംശയവുമില്ല, രണ്ടുപേരും തകർത്ത് കളിച്ചു. 23ാമത്തെ മിനിറ്റിൽ വീണ്ടും ഹൈ പ്രസ്. സെൻട്രൽ ബാക്ക് ലോങ് ബോൾ കളിക്കുന്നു. സെൻട്രൽ ബാക്കിന്റെ ലോങ് ബോൾ പിടിച്ചെടുത്ത പ്രതം നേരെ തല കൊണ്ട് പാസ് കൊടുത്തത് ജയേഷ് റാണയ്ക്ക്. ജയേഷ് പന്ത് ഉയർത്തി ബിബിന് നൽകുന്നു. ഡിഫൻസ് ലൈൻ ബ്രേക്ക് ആവുന്നുണ്ട്. പക്ഷെ ബിബിൻ അത് കളക്ട് ചെയ്യാൻ ആകുന്നതിന് മുമ്പേ തന്നെ ഓടി എത്തി മിലോസ് അത് അക്രോബാറ്റിക്കലി ക്ലിയർ ചെയ്യുന്നു. അതുപോലെ 15ാം മിനിറ്റിൽ ഡയസിലേക്കും ഒരു പന്ത് വന്നു. എന്നാൽ ലെസ്കോവിച്ച് ഇത്തവണ രക്ഷകനായി. തന്റെ സ്ലൈഡിംഗ് ടാക്കിളിന്റെ ക്വാളിറ്റി എന്താണെന്ന് അദ്ദേഹം ഇവിടെ കാണിച്ചു. ശരിക്കും പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് മുമ്പിൽ മുംബൈ മാനസികമായിട്ട് തളർന്നു. അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എഫക്റ്റീവ് ആയിട്ടുള്ള അറ്റാക്കുകൾ കൂടെ മുമ്പിലേക്ക് വന്നു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഏകദേശം 1 മിനിറ്റ് ദൈർഘ്യമുള്ള ഏകദേശം 12 പാസുകൾ നീണ്ടു നിൽക്കുന്ന ഒരു അറ്റാക്ക്. ആ അറ്റാക്കിനൊടുവിൽ പെപ്ര വളരെ ക്ലവറായിട്ട് ലെഫ്റ്റ് ബാക്കിന് നൽകിയ പാസ്. നവോച്ച അത് ഫസ്റ്റ് ടൈം തന്നെ ക്രോസ് ചെയ്യുന്നു. ഗോൾ കീപ്പറുടെ കയ്യിൽ ആ പന്ത് തട്ടി നേരെ പോയത് രാഹുലിന്റെ അടുത്തേക്ക്. പന്ത് രാഹുലിലേക്ക് പോകുന്നത് കണ്ട ഉടൻ തന്നെ ദിമി മാറിക്കൊടുക്കുകയാണ് ഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ രാഹുലിന് ലഭിച്ച ഓപ്പൺ ചാൻസ് മുതലെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് നിർഭാഗ്യം അദ്ദേഹത്തെ വിട്ടുപോകുന്നില്ല. പന്ത് ഇത്തവണ പോസ്റ്റിൽ തട്ടിയാണ് പുറത്തേക്ക് പോകുന്നത്. അറ്റാക്കിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് പെപ്രയുടെ സംഹാര താണ്ഡവമാണ്. മുൻ കളികളിൽ കണ്ട പെപ്രയല്ല നമുക്ക് ഈ കളി കാണാൻ സാധിച്ചത്. പെപ്ര ക്യാ ഹുവാ? ഇന്നെന്ത് പറ്റി? എല്ലാ മേഖലകളിലും സക്സസ്ഫുള്ളി കയ്യൊപ്പ് പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം വളരെ എഫക്റ്റീവായിട്ട് പ്രസ് ചെയ്തു. രണ്ടാം പകുതിയിലെ 48ാമത്തെ മിനിറ്റ് പുറകിലേക്ക് പന്തുമായിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഡിഫൻഡർ തിരി അദ്ദേഹത്തെ പുറകിൽ നിന്ന് പ്രസ് ചെയ്യുന്നു. അദ്ദേഹം മുമ്പിലേക്ക് കളിക്കാൻ ശ്രമിച്ചപ്പോൾ പെപ്രയുടെ കാലുകളിലാണ് പന്ത് തട്ടുന്നത്. സെക്കൻഡുകൾക്ക് ശേഷം തിരി വീണ്ടും മുമ്പോട്ടേക്ക് കളിച്ച പാസ് അദ്ദേഹം ടാക്കിൾ ചെയ്യുന്നു. ചെറിയ ഭാഗ്യം കൊണ്ടാണ് മുംബൈക്ക് അത് വലിയ ഡേഞ്ചർ ആവാതെ പോയത്. 57ാമത്തെ മിനിറ്റിൽ വീണ്ടും വിങ്ങിലേക്ക് ഇറങ്ങുന്ന പെപ്ര ഫുൾ ബാക്ക് ആയിട്ടുള്ള നവോച്ച അദ്ദേഹത്തിലേക്ക് പാസ് ചെയ്യുന്നു. പന്ത് കൺട്രോൾ ചെയ്ത് ഹോൾഡ് ചെയ്ത് നവോച്ചയുമായിട്ട് വീണ്ടും ഒരു കോമ്പിനേഷൻ കളിച്ച ശേഷം കൃത്യമായിട്ട് റൈറ്റിൽ ഫ്രീ ആയി നിൽക്കുന്ന രാഹുലിനെ സ്പോട്ട് ചെയ്ത് ഒരു ലോങ് ബോൾ അങ്ങോട്ടേക്ക് നൽകുകയാണ്. സാധാരണ ഇങ്ങനെ ചെയ്താൽ പോലും ഒന്നുകിൽ പന്ത് പോവുക ഡിഫൻഡറുടെ കാലുകളിലേക്ക് അല്ലെങ്കിൽ സൈഡ് ലൈനിലേക്കാണ്. പക്ഷേ ഇത്തവണ ക്രിയേറ്ററുടെ പോയിന്റ് ഓഫ് വ്യൂവിലും അദ്ദേഹം മികച്ചു നിന്നു. 81ാമത്തെ മിനിറ്റിൽ ആസ് പെർ ദ പ്ലാൻസ് ബ്ലാസ്റ്റേഴ്സ് പുറകിൽ ഡ്രോപ്പ് ചെയ്ത് എല്ലാവരും ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുകയാണ്. ഡിഫൻഡർ മുമ്പിലേക്ക് നൽകാൻ ശ്രമിച്ച പാസ് കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് റീഡ് ചെയ്ത് അദ്ദേഹം ഇന്റർസെപ്റ്റ് ചെയ്ത് എയിമിലേക്ക് എത്തിക്കുകയാണ്. അതവിടെ ഒരു കൗണ്ടർ അറ്റാക്ക് ആയാണ് മാറുന്നത്. ഇതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്ഥിരം ചില ഐറ്റംസും വളരെ എഫക്റ്റീവായി കാണാൻ സാധിച്ചു. 66ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും മിഡ്ഫീൽഡിൽ പന്ത് വിൻ ചെയ്യുന്നു. പന്ത് എയിമിലേക്ക് അവിടെ നിന്ന് ഫ്രീ ആയി നിൽക്കുന്ന പെപ്രയിലേക്ക് അദ്ദേഹം പന്ത് കൺട്രോൾ എടുക്കാതെ ടേൺ ചെയ്യുന്നു. പുറകിലുള്ള വാൽപ്പുയെ പ്രസ് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പുറകിലേക്ക് പന്ത് അടിച്ചിട്ട് അത് പെപ്ര ഓടിയെടുക്കുകയാണ്. ആ ഒരു അറ്റാക്ക് അദ്ദേഹത്തിന് ബോക്സ് വരെ എത്തിക്കാൻ സാധിച്ചു. എന്നാൽ രാഹുലിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രോസ് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതേപോലെ 83ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു അറ്റാക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അത് തുന്നിയെടുത്തത്. മിലോസിൽ നിന്ന് ലെഫ്റ്റ് വിങ്ങിൽ സബ്ബായി വന്ന ഡായ്സുക്കിയിലേക്ക് പാസ് പോകുന്നു. ഡിഫൻഡേഴ്സ് എല്ലാവരും ഡായ്സുക്കിയെ കോൺസെൻട്രേറ്റ് ചെയ്ത സമയത്ത് ഫുൾ ബാക്കിന്റെ പുറകിലുള്ള ഫ്രീ സ്പേസിലേക്ക് പെപ്ര ഓടിക്കയറുന്നു. ഡായ്സുക്കി കൃത്യമായിട്ടൊരു ചിപ്പിടെ പാസ് അദ്ദേഹത്തിലേക്ക് നൽകുന്നു. പന്ത് സ്വീകരിച്ച പെപ്ര പന്തുമായിട്ട് അകത്തേക്ക് കടക്കുന്നു. കൂടെ ഒരുപാട് സ്കില്ലുകളും സ്റ്റെപ്പ് ഓവർ സ്കില്ലുകളിൽ ഡിഫൻഡർ ബീറ്റണായി എന്ന് വേണം പറയാൻ. അവിടെ നിന്ന് നല്ലൊരു ഷോട്ട് എടുക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. അതെ, നിസ്സംശയം പറയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച്
എന്ന് പറയുന്നത് കുവാമി പെപ്ര തന്നെയാണ്. സുപ്രധാന മത്സരത്തിൽ അവസരത്തിന് തുയർന്ന് അദ്ദേഹം നായകനായി മാറി. എന്നാൽ എല്ലാ മത്സരങ്ങളിലും ഈ നായക പദവി തുടരാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കണം. കാരണം ബ്ലാസ്റ്റേഴ്സ് ഏതെങ്കിലും ഒരു മത്സരം വിജയിക്കാൻ വേണ്ടി കളിക്കുന്ന ടീമല്ല, എല്ലാ ടീമിനെതിരെയും പോരടിക്കാൻ വേടി കളിക്കുന്ന ടീമാണ്. നമുക്ക് എല്ലാ ടീമിനെതിരെയും 3 പോയിന്റ് അനിവാര്യമാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വർഷത്തെ ഷീൽഡ് സാധ്യതകളെ കുറിച്ചുള്ള അന്തിമ തീരുമാനം വരിക അടുത്ത മത്സരത്തോടു കൂടിയാണ്. മോഹൻ ബഗാനെതിരെ അടുത്ത മത്സരത്തിൽ കൂടി വിജയം കണ്ടെത്താൻ സാധിച്ചാൽ ഒരുപക്ഷെ സീസണിന്റെ 2ാം പകുതിയിൽ ഗോവയെ മലർത്തിയടിച്ച് ബ്ലാസ്റ്റേഴ്സിന് മുൻപോട്ടേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇതൊന്നുമില്ലെങ്കിൽ പോലും ലൂണയുടെ അഭാവത്തിൽ കാണികളെ സന്തോഷിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് സീസണിലുടനീളം തരാൻ സാധിക്കണം ബ്ലാസ്റ്റേഴ്സിന് എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഹോപ്പ്. കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ എത്രത്തോളം ഫിനിഷ് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷനും താഴെ കമന്റ് ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.